ഇന്ന് നമുക്ക് നല്ല നാടൻ ഒരു റെസിപ്പി ഉണ്ടാക്കാമേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാവേ. അതിൻ്റെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഓണിയൻ്റെയൊക്കെ പച്ചമണമെല്ലാം ഒന്ന് മാറണം. ഒന്ന് നമുക്ക് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, 3-4 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എരിവിനായിട്ട് മുളക് പൊടിയോ മറ്റുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലേ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമുക്ക് വേണ്ട ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ്. നല്ല ക്ലീനാക്കിയ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടൊക്കെ കൊടുക്കാം. പിന്നെ നമുക്കിവിടെ വേണ്ടത് പെപ്പർ പൗഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പെപ്പർ പൗഡറും പച്ചമുളകും മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ കുരുമുളക് പൊടി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമുക്കൊന്ന്. നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത്. ഇടിയപ്പം, അപ്പം, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയധികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിക്കനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവുമല്ലോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് വെക്കാവേ. അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം മതി. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ, നമ്മൾ 2ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. കണ്ടോ, നമുക്ക് വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്ന് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു ക്യാരറ്റ് ഇത്തിരി വലിപ്പത്തിന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു പൊട്ടറ്റോയും കൂടെ വേണം. ആ പൊട്ടറ്റോയും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇച്ചിരി വലിപ്പത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം, ഒത്തിരി ചെറുതാകാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് സെക്കൻഡ് പാലാണ്. നമ്മൾ തേങ്ങയുടെ 2ാം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കുക്കാകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലിഡ് വെച്ച് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ ഓൾ സ്പൈസസ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയുടെ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുകയാണെന്ന് നമുക്ക് നല്ലൊരു വൈറ്റിഷ് കളറിൽ നമുക്ക് കിട്ടും. ഞാനിവിടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് ഫസ്റ്റ് പാലുണ്ടല്ലോ, തലപ്പാൽ, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയ പരുവമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ട, നല്ല കുറുകിയ പരുവത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമേ. പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഉണ്ടല്ലോ, ഫ്രഷ് കരിവേപ്പില നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് സെർവ് ചെയ്യാവേ.
ഇതെല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക.